എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഇവിടെ ഒരു യക്നി പുലാവാണ് കാണാൻ പോണത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചു. 2 ടീസ്പൂണോളം നെയ്യ് നമ്മളതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. ഇതിലേക്ക് കൂടുതൽ മസാലയൊന്നും വേണ്ട. ഇതിലേക്ക് ഗരം മസാല ആൻഡ് വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് ഏറ്റവും കൂടുതൽ നിൽക്കേണ്ടത്. അപ്പോൾ നമുക്കതിലേക്ക് ആദ്യം കുറച്ച് കരുവേപ്പില, ഗ്രാമ്പു, ഏലക്ക ഇടാം, ജീരകം ഇടാം. അതൊക്കെ പൊട്ടി വരുന്നവരെ ഒന്ന് കാത്തിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയും ഗരം മസാലയാണ് ഏറ്റവും കൂടുതൽ. എരിവിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുരുമുളകും പച്ചമുളകുമാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ 2 സബോള എടുത്തിട്ടുണ്ട്. 2 സബോള ഫ്രൈ ആവണ വരെ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് കാത്തിരിക്കാം ഒന്ന് ഫ്രൈ ആവണ വരെ കേട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്തു. അതൊന്ന് മൂത്ത് വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി നന്നായിട്ട് 1 കുടം 1.5 കുടം വെളുത്തുള്ളി വരെ എടുത്തിട്ടുണ്ട്. അത് ചതച്ചിട്ട് ഇടാം. ഇതിൽ ഇഞ്ചി ഇടുന്നില്ല കേട്ടോ. ഇതിൻ്റെ സ്മെല്ലാണ് ഇതിൽ കൂടുതലായിട്ട് വരേണ്ടത്. അതാണ് ഈ ബിരിയാണിയുടെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്തു. അതൊന്ന് മൂക്കണ വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ ഇനി കൂടുതൽ ഒരു 5-6 എരിവിനായിട്ട് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് കുരുമുളകും പച്ചമുളകാണ്. അപ്പോൾ 5-6 പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഗരം മസാലയാണ് ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്യണത്. ഇപ്പോൾ ഇത് ഒരു 2-3 ടീസ്പൂണോളം ഗരം മസാല അതിൽ കൂടുതൽ നിൽക്കണം നമുക്കിതിൽ. വേറെ മസാലകളൊന്നും അധികം യൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഗരം മസാല കൂടുതലിടാം. അപ്പോൾ 3 ടീസ്പൂണോളം ഗരം മസാല എടുത്തിട്ടുണ്ട്. 1 കിലോ മട്ടണിൻ്റെ ഇതിലേക്കാണ് അടുപ്പ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്കതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം നമുക്കതിലേക്ക് കേട്ടോ. 2 ടീസ്പൂണോളം നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് 1 കിലോ മട്ടനാണ് ആഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ മട്ടൻ ആഡ് ചെയ്യാം നമുക്കതിലേക്ക്. അപ്പോൾ മട്ടൻ നന്നായിട്ട് മസാലയിൽ പിടിക്കത്തക്ക വിധത്തിൽ നമുക്കൊന്ന് ആദ്യം ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് നമുക്കനുസരിച്ചിട്ട് ഉപ്പിടാം. നെയ്യിലൊക്കെ ഒന്ന് മട്ടൻ ഒന്ന് പിടിക്കാൻ, മസാലയൊക്കെ പിടിക്കാൻ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഒരു ഗ്ലാസ് ഇളം ചൂടോടുകൂടി വെള്ളം, പിന്നെ അതിലേക്ക് പുതിനയും മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. പുതിന ആവശ്യത്തിനൊക്കെ കുറേശ്ശെ എടുത്താൽ മതി, അവനൻ്റെ ഇച്ഛാനുസരണം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് അതെടുത്തു, അത് ആഡ് ചെയ്തു നമ്മൾ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിലേക്ക് ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. ഇളം ചൂടുള്ള വെള്ളം ആയിട്ടാണ് അതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം നമുക്കതിലേക്ക് 1 ഗ്ലാസ് വെള്ളം വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിലേക്ക് ആഡ് ചെയ്യാം. മട്ടന് വേവുള്ളതല്ലേ, അപ്പോൾ അത് കാരണം 1 ഗ്ലാസ് വെള്ളം മാത്രം മതി. അതിൽ തന്നെ കിടന്ന് വെന്തോളൂ അത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മട്ടൻ 7 വിസിൽ കൊടുത്തു അതിലേക്ക്, നമ്മൾ മട്ടൻ വേവാൻ വേണ്ടിയിട്ട് നന്നായിട്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ വെന്തു. അതിലേക്ക് ഇനി നമുക്ക് ബാസ്മതി അരി ഇടാം. 3 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തേക്കണത്. അത് അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി 3 കപ്പ് അരി ആഡ് ചെയ്യാം. മട്ടൻ നന്നായിട്ട് നമ്മുടെ വെന്തു. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ബാസ്മതി അരി കുതിർത്താൻ വെച്ചിരുന്നു. 1 മണിക്കൂറോളം അത് കുതിർത്തി വെക്കണം. എന്നിട്ട് അരി നമുക്കതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അരി ആഡ് ചെയ്ത് അതിലേക്ക് അധികം പുളിയില്ലാത്ത നമുക്ക് തേയിലാണ് അതിലേക്ക് പിന്നെ കൊടുക്കേണ്ടത്. അധികം ഒരു 1.5 കപ്പോളം തേയിലെടുത്തിട്ടുണ്ട്. അത് നമുക്കതിലേക്ക് കട്ടയൊക്കെ കളഞ്ഞ് നമുക്കതിലേക്ക് അത് ആഡ് ചെയ്യാം. പിന്നെ പാകത്തിന് നമുക്കനുസരിച്ച് ഉപ്പിടാം. അപ്പോൾ അത് അരി വേവാനുള്ള പാകത്തിനുള്ള തേര് നമ്മൾ അതിലേക്ക് ഇട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ പറയുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം.